പാർട്ടി അങ്ങനെ ഒരു ഉത്തരവാദിത്വം വീണ്ടും ഏൽപ്പിച്ചാൽ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കും. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ എനിക്ക് മത്സരിക്കാൻ ഇഷ്ടം ഏറ്റവും കൂടുതൽ പെരിന്തൽമണ്ണ തന്നെയാണ്. പെരിന്തൽമണ്ണ വിട്ടുപോകാൻ എനിക്ക് മാനസികമായ ഒരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് പാർട്ടി എന്തായാലും എന്നെ പരിഗണിക്കുകയാണെങ്കിൽ പെരിന്തൽമണ്ണ തന്നെ ആയിരിക്കും പരിഗണിക്കുക എന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. പെരിന്തൽമണ്ണയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. നിയോജക മണ്ഡലം ഏകദേശം UDF തൂത്തുവാരി എന്ന് തന്നെ പറയാം. LDF ഒക്കെ പല കാര്യങ്ങളിലും ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഒക്കെ നജീബ് കാന്തപുരം MLA ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളേക്ക് ഉയർത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ UDF പ്രവർത്തകർ മാത്രമല്ല, ജനങ്ങൾ ഒന്നിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നജീബ് കാന്തപുരം MLA UDFന് വേണ്ടി എടുത്ത ഒരു എഫേർട്ട്, അദ്ദേഹം നടത്തിയ പരിശ്രമമാണ് ഒരുപക്ഷെ ഈ ഇത്രയും വലിയ വിജയത്തിന് കാരണം. ഇനിയിപ്പോൾ സെമി ഫൈനലാണ് കഴിഞ്ഞത്. കുറച്ച് നേരത്തെ മുമ്പ് നമ്മുടെ അടുത്തൊരു മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടി പറഞ്ഞു സെമി ഫൈനലാണ് കഴിഞ്ഞത്, ഇനി ഫൈനലിലേക്ക് വരുന്നു. തദ്ദേശ പോരാട്ടം എന്ന് പറയുന്നത് സെമി ഫൈനലായിരുന്നു. സെമി ഫൈനലിൽ വലിയ രീതിയിൽ UDF വിജയിച്ചു. ഒരുപക്ഷെ VD സതീശൻ പറഞ്ഞ പോലെ ടീം UDF ആയിട്ട് നിന്നപ്പോൾ വലിയ വിജയം. ഇനിയിപ്പോൾ ഫൈനലാണ്. ഭൂരിഭാഗം ആളുകളോടും നമ്മൾ അഭിപ്രായങ്ങൾ തേടിയപ്പോൾ ഇനി നജീബ് കാന്തപുരം തന്നെ ഇവിടെ മത്സരിക്കണമെന്നാണ് ഒരുപാട് പേര് ഞങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയിലും മറ്റുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപങ്ങളൊക്കെ ഉയർന്നപ്പോഴും അതൊക്കെ അതിജീവിച്ച നേരിട്ടത് രീതി, പലരും പറഞ്ഞത് കൃത്യമായി അദ്ദേഹം വസ്തുതകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ജനങ്ങളോട്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ജനങ്ങളുടെ അഭിപ്രായം താങ്കൾ ഇവിടെ വീണ്ടും മത്സരിക്കണമെന്നാണ്. നജീബ് കാന്തപുരം തന്നെ ഇവിടെ വേണമെന്ന് ഈ പെരിന്തൽമണ്ണക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആഗ്രഹത്തിനൊപ്പം ആ ആഗ്രഹം നടപ്പാക്കാൻ താങ്കളും കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമോ? ഞാൻ എപ്പോഴും പദവികളെ ഒരു അസൈൻമെന്റ് ആയിട്ട് കാണുന്ന ആളാണ്. ഞാനത് എപ്പോഴും ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പൊ പാർട്ടി നമുക്ക് ചില ചുമതലകൾ തരും. അപ്പൊ ആ ചുമതല എന്നോട് ഇപ്പൊ പറഞ്ഞത് 5 വർഷം ഇവിടെ മത്സരിച്ച് ജയിച്ചപ്പോൾ 5 വർഷം ഇവിടുത്തെ MLA ആയി പ്രവർത്തിക്കണമെന്ന അസൈൻമെന്റ് ആണ്. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ വളരെ എനിക്ക് കഴിയാവുന്ന പരമാവധി എഫേർട്ട് ഇട്ടുകൊണ്ട് ഞാൻ ഇവിടെ പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിച്ച് തന്നെ 5 വർഷം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി പാർട്ടി നേതൃത്വമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എപ്പോഴും പറയുന്നത് ഒരു MLA ആയി എല്ലാ കാലവും തുടരുക എന്നത് ഒന്നും എൻ്റെ അജണ്ടയിലുള്ള ഒരു കാര്യമല്ല. പാർട്ടി അങ്ങനെ ഒരു ഉത്തരവാദിത്വം വീണ്ടും ഏൽപ്പിച്ചാൽ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കും. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ എനിക്ക് മത്സരിക്കാൻ ഇഷ്ടം ഏറ്റവും കൂടുതൽ പെരിന്തൽമണ്ണ തന്നെയാണ്. പെരിന്തൽമണ്ണ വിട്ടുപോകാൻ എനിക്ക് മാനസികമായ ഒരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് പാർട്ടി എന്തായാലും എന്നെ പരിഗണിക്കുകയാണെങ്കിൽ പെരിന്തൽമണ്ണ തന്നെ ആയിരിക്കും പരിഗണിക്കുക എന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. ബാക്കി നേതൃത്വം ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും ഞാൻ അത് ഏറ്റെടുക്കും. അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏറ്റെടുക്കും. മറ്റൊരു കാര്യോട് പറയട്ടെ, അതായത് താങ്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ മാധ്യമപ്രവർത്തകനായിട്ട് തുടങ്ങി, പിന്നെ ജനപ്രതിനിധിയായി, സ്വന്തം നാട്ടിൽ വിജയിച്ചു, പിന്നീട് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, അതിനുശേഷം MLA ആയി. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപക്ഷെ മറ്റുള്ള കുട്ടികൾക്ക് പോലും ഒരു പാഠപുസ്തകമാക്കാവുന്ന അത്രയും അനുഭവങ്ങളുള്ള ഒരാളാണ് നജീബ് കാന്തപുരം എന്ന ഈ മനുഷ്യൻ. ഇതേക്കുറിച്ച് തന്നെ പല വിദ്യാർത്ഥികളോടൊക്കെ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്. നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചോദിക്കും. അപ്പൊ അവരൊക്കെ പറയും, അവര് സ്നേഹത്തോടെ വിളിക്കുന്ന നജീബ് ക എന്നൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഫീൽ വരാറുണ്ട്. അദ്ദേഹം തന്നെ ഇവിടെ വേണം. മാത്രമല്ല അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഓരോ വാക്കുകളും ഞങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ഇൻസ്പിറേഷൻ ആണെന്ന് പറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ താങ്കളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെ ഈ പെരിന്തൽമണ്ണയ്ക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാവർക്കും അതൊരു വലിയ എന്താ പറയാ മുതൽക്കൂട്ടാണെന്ന് പറയേണ്ടി വരും. താങ്കൾക്ക് വേണ്ടി UDF നേതൃത്വം തന്നെ, ഞാൻ പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാള് ഒരുപക്ഷെ വെറും ഒരു ജനപ്രതിനിധി മാത്രമല്ല വലിയ സ്ഥാനങ്ങൾക്ക് തികച്ചും അർഹനാണെന്ന് പറഞ്ഞപ്പോൾ താങ്കളുടെ അനുഭവങ്ങൾ ഇതൊക്കെ ഈ നാട്ടുകാർക്ക് മാത്രമല്ല കേരളത്തിനും കൂടി മുതൽക്കൂട്ടാവുമെന്ന് നേതൃത്വം തീരുമാനിച്ചാൽ അത് അംഗീകരിച്ചും അത് മനസ്സാ സ്വീകരിക്കാനും കൂടി താങ്കൾ തയ്യാറാവില്ലേ? ഞാൻ ഉദ്ദേശിച്ച ചോദ്യത്തിലെ കാര്യങ്ങൾ മനസ്സിലായി. ഈ കേരളത്തിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ എന്നെക്കാളും എത്രയോ ഉയർന്ന പദവിയിലിരിക്കുന്ന എത്രയോ എൻ്റെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ ഒരുപാടുണ്ട്. അപ്പോ നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് വരാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല, ആയിട്ടില്ല. അപ്പൊ ഞാനിപ്പോ വഹിക്കുന്ന ചുമതല മനോഹരമായി വഹിക്കട്ടെ. അതിൻ്റെ ഒരു സമയമാകുമ്പോൾ പാർട്ടി അതിനെപ്പറ്റി ആലോചിച്ചോളൂ. ഇനി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, പദവികൾ നമ്മളെ തേടി വരും. പദവികൾക്ക് പുറകെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഒരു പദവിയും ചോദിച്ചു വാങ്ങിയിട്ടില്ല. എൻ്റെ പാർട്ടി എന്നെ ചുമതല, ഞാനൊരു വളരെ അനുസരണയുള്ള പാർട്ടിക്കാരനാണ്. അപ്പൊ ഏത് വലിയ പദവിയും ചെറിയ പദവിയും പാർട്ടി അത് ഏൽപ്പിക്കുന്ന ഒരു അസൈൻമെന്റ് ആയിട്ട്, ഞാൻ വീണ്ടും പറയുന്നു, അസൈൻമെന്റ് ആയിട്ട് മാത്രം കാണുകയും ഏത് പദവി ഏൽപ്പിച്ചാലും
ആ പദവിയോട് സത്യസന്ധത പുലർത്തി മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട സമയമായിട്ടില്ല. UDF അധികാരത്തിൽ വരും. ഒരുപാട് മികച്ച നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പൊ ആ പാർട്ടി നേതാക്കന്മാരിൽ നിന്ന് തന്നെ നമുക്ക് നല്ല മന്ത്രിമാരൊക്കെ വരും. ഏതായാലും UDF അധികാരത്തിൽ വരുന്നതോടുകൂടി പെരിന്തൽമണ്ണയുടെ മുഖച്ഛായ മാറുന്ന തരത്തിലേക്കുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ ഇവിടെ നടപ്പാക്കും. പ്രത്യേകിച്ച് ഇക്കൊല്ലം ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷനിലാണ്. ഇനി ഒരു തവണ കൂടി അവസരം വരികയാണെങ്കിൽ അത് ഹെൽത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ഉണ്ടാവും. മാത്രമല്ല നാട്ടുകാർ ഇപ്പോൾ ബൈപ്പാസിന്റെ കാര്യമൊക്കെ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ അടിസ്ഥാന വികസനങ്ങളിൽ പ്രധാനപ്പെട്ടതാണല്ലോ ബൈപ്പാസ് ഒക്കെ. ഇക്കാര്യത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ഒരുപാട് നാട്ടുകാർ പറഞ്ഞിരുന്നു ഒരുപക്ഷെ UDF അധികാരത്തിൽ വരേണ്ടി വരും. നേരത്തെ മഞ്ഞളാംകുഴി MLA പോലും പറഞ്ഞൊരു കാര്യമുണ്ട്, UDF അധികാരത്തിൽ വന്നാൽ അതൊക്കെ നടപ്പാക്കാൻ സാധിച്ചേക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ അടിസ്ഥാന വികസനങ്ങളുടെ കാര്യത്തിലും കൂടിയും ഒരു UDF അധികാരത്തിൽ വരുന്നതോടുകൂടി ജനങ്ങൾക്കൊരു പ്രതീക്ഷിക്കാമല്ലോ ജനങ്ങൾ. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും UDF വരും. UDF വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പോ അലി സാഹിബ് ഇവിടെ മന്ത്രിയായിരുന്ന കാലത്ത് എന്റെ തൊട്ട് മുമ്പത്തെ തവണ 700 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് റോഡും പശ്ചാത്തല മേഖലയിലും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് UDF വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. UDF അധികാരത്തിലുള്ള സമയത്ത് മലബാറിലെ റോഡുകളെ കുറിച്ച് പണ്ടും ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും പറയാം, മലബാറിലും മലപ്പുറത്തും പെരിന്തൽമണ്ണയിലും അതിന്റെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇപ്പൊ മുനിസിപ്പാലിറ്റി കൂടി നമുക്ക് അധികാരം കിട്ടിയ സാഹചര്യത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ നഗരത്തെ കേരളത്തിലെ തന്നെ ഒരു നമ്പർ 1 സിറ്റി ആക്കാനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ സഹായങ്ങളും കൊണ്ടുവരാനുള്ള വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണം കൂടി ഞങ്ങൾ നടത്തും. എന്തായാലും വളരെ സന്തോഷം. ഈ നാട്ടിലെ ജനങ്ങൾ, നേതാക്കന്മാർ മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളും വിദ്യാർത്ഥികളടക്കം പറയുന്ന ഒരു പേര് നജീബ് കാന്ത് വിളിക്കുന്നവരുണ്ട്, നജീബ് കാന്തപുരം എന്ന് വിളിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് സ്നേഹത്തോടെ വിളിക്കുന്ന താങ്കൾക്ക് താങ്കളുടെ ആശയങ്ങൾ ഈ നാട്ടിന് വേണ്ടി നടപ്പാക്കാൻ സാധിക്കട്ടെ. മാത്രമല്ല ഇനിയും താങ്കൾ ഈ പെരിന്തൽമണ്ണയ്ക്ക് വേണമെന്ന് നാട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് നാട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ സംഭവിക്കണം. ഈ പെരിന്തൽമണ്ണയിൽ എന്നും ഈ നജീബ് കാന്തപുരം MLA എന്ന ഈ പുഞ്ചിരിക്കുന്ന മനുഷ്യൻ വേണമെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണ, ചാനൽ 10, പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.